എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി വിഭവം അല്ല, യഥാർത്ഥത്തിൽ സ്നാക്ക്. നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 4 പഴമാണ്. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അടുപ്പത്ത് നമ്മൾ പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അടുപ്പത്ത് പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിച്ചെമ്പിലാണ് നമ്മുടെ വിഭവം ഉണ്ടാക്കുകയല്ല, ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലിച്ചെമ്പിൻ്റെ മുകളിൽ നമ്മളെ തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് പഴം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ 4 പഴവും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഓർഡറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇവിടെ കിടന്ന് പുഴുങ്ങിയെടുക്കണം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു, പഴമൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 7 മിനിറ്റ് ഇവിടെ കിടന്നിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. 7 മിനിറ്റോളം നമ്മളിതാ പഴം ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ പഴം ഓരോന്നായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ 4 പഴവും മറ്റൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. പഴം മുഴുവൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് അടുപ്പത്ത് മറ്റൊരു പാത്രം വയ്ക്കാം. പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുകയാണ്. ഇനി ശർക്കരപ്പൊടി ഇല്ലാത്തൊരു സാധാ ശർക്കര ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ശർക്കര ലായനി ഉണ്ടാക്കലാണ് നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇവിടെ കിടന്ന് ഇത് നല്ല പോലെ ഒന്ന് ശർക്കര ലായനിയായിട്ട് വരട്ടെ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര അടുപ്പത്ത് കിടന്ന് നല്ല പോലെ സെറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഗൈസ്, നമ്മുടെ ശർക്കര ലായനി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ശർക്കര ലായനി നമ്മൾ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുകയാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ 4 പഴത്തിൻ്റെയും തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഗൈസ്, നമ്മുടെ പഴം ഫുള്ളായിട്ട് നമ്മൾ തൊലി പൊളിച്ചെടുത്തതിന് ശേഷം പഴം ഈ കാണുന്ന പോലെ നല്ല പോലെ ഇതുപോലെ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചെടുക്കണം. നമ്മുടെ 4 പഴവും ഈ കാണുന്ന പോലെ നല്ല പോലെ ഉടച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇതൊന്ന് ഉടച്ചെടുക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പഴം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് മറ്റൊരു പാൻ വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് ആദ്യം നല്ല പോലെ ഇവിടെ കിടന്ന് സെറ്റാവട്ടെ. നെയ്യ് പാന് കിടന്ന് സെറ്റായതിനു ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണേ. ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ നെയ്യിൽ ഗോതമ്പ് പൊടി ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഈ ഗോതമ്പ് പൊടി നേരത്തെ വറുത്ത് വെച്ചതാണ്. എന്നിട്ട് നല്ല പോലെ നമ്മൾ ഗോതമ്പ് പൊടിയിൽ നെയ്യ് മിക്സ് ആക്കിയിട്ട് നല്ല പോലെ ഇളക്കി സെറ്റാക്കുക. നമ്മുടെ ഗോതമ്പ് പൊടിയും നെയ്യും കൂടി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണ് റവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഇളക്കി മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ റവയും ഗോതമ്പ് പൊടിയും നെയ്യും എല്ലാം കൂടി സെറ്റായിട്ട് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 4 പഴവും നേരത്തെ ഉടച്ച് വെച്ചത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് നമ്മൾ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കുകയാണ്.
ഗൈസ് നമ്മുടെ പഴം ഒരല്പം സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ലായനി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, മുഴുവനായിട്ട് ഒഴിക്കണ്ട. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക. മുഴുവനായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കുറച്ചുകൂടെ ഒഴിച്ച് വെക്കാം. ഈ രീതിയിൽ നമ്മളെ ശർക്കര ലായനി മുഴുവനായിട്ട് ഓരോ പ്രാവശ്യം കുറച്ചേച്ച് ഒഴിച്ച് പഴത്തിലും നമ്മുടെ റവയിലും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ഒക്കെ ആവുന്ന വിധത്തിൽ നല്ല പോലെ കുറച്ചേച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ശർക്കര ലായനി ഒഴിക്കുന്നേരം ശ്രദ്ധിക്കുക, നമ്മളെ പൊടിയോ അല്ലെങ്കിൽ കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മളിവിടെ ശർക്കരപ്പൊടി തന്നെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അത്യാവശ്യം നമ്മളെ പഴവും അതുപോലെ തന്നെ ശർക്കര ലായനിയും എല്ലാം കൂടി മിക്സായി വരുന്നുണ്ട്. നല്ലപോലെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കുക. നമ്മളിതാ നമ്മുടെ പഴം എല്ലാം കൂടി ഉള്ളത് നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ബാക്കി ഭാഗത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടെ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ നെയ്യ് ഒന്ന് സെറ്റായതിനു ശേഷം വളരെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നമ്മൾ വറുത്തെടുക്കണം. ഗൈസ്, നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ നിന്ന് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. നമ്മുടെ പഴമൊക്കെ പാത്രത്തിൽ ഈ കാണുന്ന പോലെ നല്ല പോലെ വിട്ട് പോരുന്ന മാതിരി നമ്മൾ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ പഴം ഇതൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക്, അത്യാവശ്യം സൈഡുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പഴം റവി എല്ലാം കൂടി അടുപ്പത്തായി വന്നിട്ടുള്ളത് ആക്കുകയാണ്, അതിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നത്. നമ്മളിതിനി സൈഡുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പഴം എല്ലാം നല്ല പോലെ നമ്മളെ ട്രേലയാക്കി നല്ല പോലെ അങ്ങനെ വെച്ചിങ്ങനെ അമർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കാണാനൊരു ഭംഗിക്കും അല്പം ടേസ്റ്റിനും വേണ്ടി നമ്മൾ കുറച്ച് ബദാമും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ചെറിയും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. നമ്മൾ കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ആ കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് കുറച്ച് റെഡ് ചെറി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ല പോലെ ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. ഇത് നമ്മൾ മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അമർത്തി സെറ്റാക്കി കഴിഞ്ഞാൽ കാണാനും നല്ല രസമായിരിക്കും. നമ്മൾ കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.